സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സുത്യം തന്നാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സുത്യം തന്നാഥന്റെ കരവിരുത് മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. സ്തുതിപ്പീൻ എന്നുള്ള ആഹ്വാനത്തോടുകൂടെയാകുന്നു. ഇവ ആരാണ് എഴുതിയതെന്ന് 5 സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിലും രേഖപ്പെടുത്തിയിട്ടില്ല. 146 1 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തന്റെ തീരുമാനം വിളിച്ചു പറയുകയാണ്. സ്വയം പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക എന്ന പൊതുവായ ആഹ്വാനം ചെയ്യുന്നു. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ജീവനുള്ള അന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഒരു യഥാർത്ഥ ദൈവ പൈതൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അവന്റെ ആശ്രയം മുഴുവനും ദൈവത്തിലാണ്. ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യന്റെ ഏത് സാഹചര്യത്തിലും ഇറങ്ങി വന്ന് രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരും പറയുന്നത്, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. മനുഷ്യരാരാണെന്നുള്ള ബോധ്യം തനിക്കുണ്ട്. 3-4 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. ഡു നോട്ട് പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ പ്രിൻസസ്, ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഹൂ cannot save. When their spirit departs, they return to the ground. On that very day, their plans come to nothing. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മോടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഓരോ മനുഷ്യനും എന്നുവരെ ശ്വസിക്കണം, ജീവിച്ചിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അവന്റെ ശ്വാസം ഏത് നിമിഷം വേണമെങ്കിലും പോയാൽ അവൻ മണ്ണിലേക്ക് തിരികെ ചേരും. മനുഷ്യൻ കെട്ടിപ്പടുത്ത പ്ലാനുകളും പദ്ധതികളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നു. അതുകൊണ്ടാണ് 118 സങ്കീർത്തനത്തിലും പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമുക്ക് ആശ്രയിപ്പാൻ ഒരു നല്ല ദൈവമുണ്ട്. മനുഷ്യന്റെ ഏതവസ്ഥയിലും ദൈവം ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ വിശ്വസ്തതയെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിലെ അനുഭവമാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്നു. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടി മുതൽ നിത്യത വരെയുള്ള ദൈവത്തിന്റെ പരമാധികാരം അഗാധമായ ആവശ്യത്തിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും മനുഷ്യനെ സഹായിക്കാൻ ഉണ്ടാകുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ പീഡിതന്മാർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നു, ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. ഇങ്ങനെ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. എന്നേക്കും വാഴുന്ന ഈ ദൈവത്തെ തലമുറയോളം സ്തുതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുന്നു. നമുക്കും ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകളും ഓർത്ത് ഞങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമം. നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ